Hi all, here is another topic from English grammar and usage. The topic is active and passive voice. In English grammar, verbs have 5 properties: voice, mode, tense, person and number. Here, we are concerned with voice. Voice is that form of a verb which shows whether what is denoted by the subject does something or has something done to it. The two grammatical voices are active and passive. വേർബിന് 5 പ്രോപ്പർട്ടീസ് ആണ് പ്രധാനമായിട്ടുള്ളത്: വോയിസ്, മോഡ്, ടെൻസ്, പേഴ്സൺ ആൻഡ് നമ്പർ. ഈ 5 പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഇത് വോയിസ് എന്നുള്ളത്. സോ ഈ ഒരു വോയിസിനെയാണ് നമ്മൾ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്നൊക്കെ അങ്ങനെ പറയാറുള്ളത്. സോ വോയിസ് എന്നുള്ളത് വേർബിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഈ വോയിസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്ന എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വോയിസ് ഈസ് ദാറ്റ് ഫോം ഓഫ് എ വെർബ് വിച്ച് ഷോസ് വെദർ വാട്ട് ഈസ് ഡിനോട്ടഡ് ബൈ ദ സബ്ജക്റ്റ് ഡസ് സംതിങ് ഓർ ഹാസ് സംതിങ് ഡൺ ടു ഇറ്റ്. അതായത് ഒരു സബ്ജക്റ്റ് എന്താണോ ചെയ്യുന്നത് അതാണ് എന്ത് ഈ വോയിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്, ഇങ്ങനെയാണ് നമ്മുടെ സെൻറ്റൻസിൻ്റെ പാറ്റേൺ വരുന്നത് അല്ലേ. ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ പാറ്റേൺ വരുന്നത് SVO പാറ്റേൺ ആണ്. സോ ആദ്യം സബ്ജക്റ്റ് ആണ് വരുന്നത്. ആ സബ്ജക്റ്റ് ചെയ്യുന്ന ക്രിയയാണ് എന്ത് വേർബ് എന്നുള്ളത്. പിന്നെ ആ ഒരു ക്രിയ ഏതിലാണോ ചെന്ന് പതിക്കുന്നത് അതാണ് ഏത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അതായത് സബ്ജക്റ്റ് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റി റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ഏത് ഒബ്ജക്റ്റ് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ വോയിസ് എന്ന് പറയുന്ന ആ ഒരു വേർബിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്: ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. In the last video we discussed transitive and intransitive verbs. So there are two kinds of verbs: transitive and intransitive verbs. Transitive verbs take objects while intransitive verbs do not take objects. Sentences containing transitive verbs can be changed into the passive voice because an intransitive verb has no objects. So നമുക്കൊരു ട്രാൻസിറ്റീവ് വേർബുള്ള സെൻറ്റൻസ് മാത്രമേ നമുക്ക് പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അവിടെ നമുക്ക് ഇൻട്രാൻസിറ്റീവ് വേർബ് ആണെങ്കിൽ എന്താണ് പാസീവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ നമ്മൾ എപ്പോഴും ഒരു ആക്റ്റീവ് സെൻറ്റൻസിൽ ഒരു ട്രാൻസിറ്റീവ് വേർബ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഒബ്ജക്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലേ. ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാരണം നമ്മൾ പാസീവ് വോയിസ് എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ആരാണ് വരിക, ഒബ്ജക്റ്റാണ് കയറി വരുന്നത് അല്ലേ. സോ ഒബ്ജക്റ്റ് ഇല്ലാത്ത ഇൻട്രാൻസിറ്റീവ് വേർബുള്ള സെൻറ്റൻസ് ആണെങ്കിൽ നമുക്ക് അതിനെ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. First of all, we are focusing on active sentence. When the subject of a sentence performs the verb's action, we say the sentence is in the active voice. So, ഒരു സെൻറ്റൻസിലെ ഒരു വേർബിൻ്റെ ആക്ഷൻ പെർഫോം ചെയ്യുന്നത് ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ അത്തരത്തിലുള്ള സെൻറ്റൻസുകൾ നമ്മൾ പറയുന്ന പേരാണ് ആക്റ്റീവ് സെൻറ്റൻസ് എന്നുള്ളത്. ആക്റ്റീവ് സെൻറ്റൻസ് മീൻസ് നമ്മൾ നോർമലി കാണുന്ന സെൻറ്റൻസുകൾ തന്നെ, സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്, ആ ഒരു പാറ്റേണിലുള്ള സെൻറ്റൻസുകൾ തന്നെയാണ്. അവിടെ സബ്ജക്റ്റാണ് വേർബിൻ്റെ ആക്ഷൻ പെർഫോം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സെൻറ്റൻസുകളെ നമ്മൾ ആക്റ്റീവ് സെൻറ്റൻസ് എന്നാണ് പറയുന്നത്. In active sentence, the thing doing the action is the subject of the sentence and the thing receiving the action is the object. അതായത് ഒരു സെൻറ്റൻസിൽ ആക്ഷൻ ചെയ്യുന്നത് സബ്ജക്റ്റും ആക്ഷൻ റിസീവ് ചെയ്യുന്നത് ഒബ്ജക്റ്റും ആണെങ്കിൽ അത്തരത്തിലുള്ള സെൻറ്റൻസിന് നമ്മൾ ആക്റ്റീവ് സെൻറ്റൻസ് എന്നാണ് പറയുന്നത്. മോസ്റ്റ് സെൻറ്റൻസസ് ആർ ആക്റ്റീവ്. അപ്പോൾ ഇംഗ്ലീഷിലെ ഏതൊരു ലാംഗ്വേജിലെയും മോസ്റ്റ് ഓഫ് ദ സെൻറ്റൻസസ് ആർ ആക്റ്റീവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു സെൻറ്റൻസിൽ ആക്ഷൻ ചെയ്യുന്ന ആള് സബ്ജക്റ്റും ആക്ഷൻ റിസീവ് ചെയ്യുന്നത് ഒബ്ജക്റ്റും ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള സെൻറ്റൻസുകളെ ആക്റ്റീവ് സെൻറ്റൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. Now let's have some examples for active sentence. The professor is teaching the students. The professor is teaching the students. Here the professor is the subject doing the action teaching and the students is the object receiving the action. ആരാണോ ആക്ഷൻ പെർഫോം ചെയ്യുന്നത് അയാൾ സബ്ജക്റ്റും ആരാണോ ആക്ഷൻ റിസീവ് ചെയ്യുന്നത് അവർ ഒബ്ജക്റ്റും ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇവിടെ പ്രൊഫസറാണ് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. സോ പ്രൊഫസർ എന്നുള്ളത് ഇവിടെ സബ്ജക്റ്റാണ്. സ്റ്റുഡൻസ് ആണ് അവിടെ ടീച്ചിങ് എന്നുള്ള ആ ഒരു ആക്ടിവിറ്റിയുടെ റിസൾട്ട് ഫീൽ ചെയ്യുന്നത് അല്ലേ, അവർക്കാണ് ഫീൽ ചെയ്യുന്നത്. സോ അവരാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി വേറെ ഒരു എക്സാമ്പിൾ നോക്കിയേ. ജോൺ വാഷ്ഡ് ദ ക്ലോത്ത്സ്. ജോൺ വാഷ്ഡ് ദ ക്ലോത്ത്സ്. ജോൺ ആണ് ഇവിടെ വാഷ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ
ജോൺ ചെയ്യുന്ന എന്താണ്, ക്ലോത്ത്സ് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വാഷ് എന്നുള്ള ആ ഒരു ആക്ഷൻ റിസീവ് ചെയ്യുന്നത് ക്ലോത്ത്സ് ആണല്ലേ. അപ്പോൾ ക്ലോത്ത്സ് എന്നുള്ളത് ഒബ്ജക്റ്റും ആക്ഷൻ ചെയ്യുന്ന ആൾ ജോണാണ്, ജോണ് സബ്ജക്റ്റും ആണ് ഇവിടെ കേട്ടോ. സോ സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ്. ചേസ്ഡ് ദ ക്യാറ്റ്, ദ ഡോഗ് ചേസ്ഡ് ദ ക്യാറ്റ്. ഇവിടെ ഡോഗാണ് സബ്ജക്റ്റ്, കാരണം ഡോഗാണ് ചേസ് എന്ന് പറയുന്ന ആ ഒരു ആക്ഷൻ ചെയ്തിട്ടുള്ളത്. ആ ആക്ഷൻ റിസീവ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റ് ആണ് ഏത്, ക്യാറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് ആ ഒരു പാറ്റേൺ ആണ് നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കുക, ആക്റ്റീവ് സെൻറ്റൻസിൽ കാണാനായിട്ട് സാധിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് പാസീവ് സെൻറ്റൻസ്. ഇൻ പാസീവ് സെൻറ്റൻസസ് the thing receiving the action is the subject of the sentence and the thing doing the action is optionally included near the end of the sentence. Use the passive form when the thing receiving the action is more important or should be emphasized. So ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, in passive sentences the thing receiving the action is the subject of the sentence എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആക്റ്റീവ് സെൻറ്റൻസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആക്ഷൻ റിസീവ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ആ ഒരു ഒബ്ജക്റ്റാണ് പാസീവ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് കൊടുക്കാറുള്ളത്. അതിനുശേഷം നോക്കിയേ, ആൻഡ് ദ തിങ് ഡൂയിങ് ദ ആക്ഷൻ ഈസ് ഓപ്ഷണലി ഇൻക്ലൂഡഡ് നിയർ ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസ്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഒബ്ജക്റ്റിനെ വെക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടുത്തെ സബ്ജക്റ്റ് നമ്മൾ എന്താ ചെയ്യുക, ആ സബ്ജക്റ്റ് നമ്മൾ തൽക്കാലം അവിടെ മാറ്റി വെക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ള എലമെൻസ് ഒക്കെ ചേർത്തതിന് ശേഷം അവസാനം സെൻറ്റൻസിൻ്റെ അവസാനം നമ്മൾ എന്താണ് ആ സബ്ജക്റ്റിനെ കൊണ്ടുപോയിട്ട് ചേർക്കാറുണ്ട്. ചില കേസിൽ സബ്ജക്റ്റ് ഒഴിവാക്കുന്ന കേസുകളും ഉണ്ടാവാറുണ്ട് കേട്ടോ പാസീവ് വോയിസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇൻ പാസീവ് സെൻറ്റൻസ് ദ തിങ് റിസീവിങ് ദ ആക്ഷൻ ഈസ് ദ സബ്ജക്റ്റ് ഓഫ് ദ സെൻറ്റൻസ് ആൻഡ് ദ തിങ് doing the action is optionally included near the end of the sentence. അതുപോലെ തന്നെ യൂസ് ദ പാസീവ് ഫോം വെൻ ദ തിങ് റിസീവിങ് ദ ആക്ഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഓർ ഷുഡ് ബി എംഫസൈസ്ഡ്. ഇനി എപ്പോഴാണ് നമ്മൾ പാസീവ് വോയിസ് യൂസ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അതായത് ഒരു ആക്റ്റീവ് സെൻറ്റൻസിലെ ഒബ്ജക്റ്റിനെ കൂടുതൽ സ്പെസിഫൈ ചെയ്ത് പറയേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ എംഫസൈസ് ചെയ്ത് പറയേണ്ടി വരുമ്പോൾ നമ്മൾ എന്താണ് പാസീവ് വോയിസ് യൂസ് ചെയ്യാം. കാരണം എന്താണ്, പാസീവ് വോയിസിൽ നമ്മൾ ആ ഒബ്ജക്റ്റിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതാണ് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് നമ്മൾ വെക്കുന്നത് അല്ലേ. സോ use passive voice when the object is important. Okay. Using an active voice conveys a strong, clear tone and the passive voice is subtler and weaker. നമ്മൾ ആക്റ്റീവ് വോയിസ് യൂസ് ചെയ്യുമ്പോഴാണ് സെൻറ്റൻസിന് ഒരു സ്ട്രോങ് ഫീലിംഗോ കിട്ടുന്നത്, അതുപോലെ തന്നെ ഒരു ക്ലിയർ ടോൺ. ഇതൊക്കെ നമ്മൾ ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസിന് കാണാനായിട്ട് സാധിക്കും. പക്ഷേ പാസീവ് വോയിസിലോട്ട് സെൻറ്റൻസിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ആ സെൻറ്റൻസ് ഒന്നുകൂടെ വീക്കായിട്ട് മാറുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. Don't use the passive voice just because it sounds a bit fancier than the active voice. അപ്പോൾ പാസീവ് വോയിസ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനെന്താണ് എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഏതിന്ന് ആക്റ്റീവ് വോയിസിൽ നിന്ന് ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടാണ് നമ്മൾ പാസീവ് വോയിസ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഫാൻസി എന്താണ്, ആ ഒരു ചേഞ്ച് ഇങ്ങനെ കണ്ടിട്ട് നിങ്ങളെന്താണ് വെറുതെ പാസീവ് വോയിസ് മാത്രം ക്രിയേറ്റ് ചെയ്യരുത്. ആക്റ്റീവ് വോയിസ് ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ ആക്റ്റീവ് വോയിസിൽ തന്നെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക. ഇനി നോക്കിയേ, ഓൺലി യൂസ് പാസീവ് വോയിസ് വെൻ ദ ഒബ്ജക്റ്റ് ഈസ് ദ ഫോക്കസ് ഓഫ് ദ സെൻറ്റൻസ് ആൻഡ് നോട്ട് ദ സബ്ജക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഒരു സെൻറ്റൻസിലെ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ കൂടുതൽ സ്പെസിഫൈ ചെയ്ത് കാണിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ പാസീവ് വോയിസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി സബ്ജക്റ്റ് ആണ് എംഫസൈസ് ചെയ്ത് കാണിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ആക്റ്റീവ് വോയിസ് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, ദ പാസീവ് വോയിസ് ഈസ് ഓൾവേസ് constructor with a conjugated form of to be plus the verb's past participle. സോ നമ്മൾ പാസീവ് വോയിസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ് ഒരു കൺജുഗേറ്റഡ് ഫോമാണ് ഉണ്ടാവുക. എന്താണ് കൺജുഗേറ്റഡ് ഫോം എന്ന് പറഞ്ഞാൽ, ആക്റ്റീവ് വോയിസ് എന്ന് പറയുമ്പോൾ നമുക്ക് സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനൊരു പണിയില്ല അല്ലേ. പക്ഷേ ഇതിനാകെ ഇങ്ങോട്ട് വട്ടം കറക്കിയിട്ട് തിരിച്ചെടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാസീവ് വോയിസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് ഒരു കൺജുഗേറ്റഡ് ഫോം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പാസീവ് വോയിസിൽ എപ്പോഴും എന്താണ് ഒരു ടു ബി ഫോം, അതായത് ഒരു ബി ഫോം ഉണ്ടാവും. ബി ഫോം എന്ന് പറഞ്ഞാൽ ആം, ഈസ്, ആർ, വാസ്, വെർ, ബി, ബീയിങ്, ബീൻ, ഇത്രയാണ് ബി ഫോംസ് എന്ന് പറയുന്നത്. ഇതിലേതെങ്കിലും ഒരെണ്ണം പാസീവ് വോയിസിൽ നിർബന്ധമായിട്ട് നമ്മൾ ചേർക്കാറുണ്ട്. അതിൻ്റെ കൂടെ എന്താണ് വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, അതായത് വേർബിൻ്റെ മൂന്നാമത്തെ ഫോം V1, V2, V3 ഇങ്ങനെ മൂന്നാമത്തെ ഫോമാണ് നമ്മൾ പാസീവ് വോയിസിൽ യൂസ് ചെയ്യാറുള്ളത്. ഡൂയിങ് ദിസ് യൂഷ്വലി ജനറേറ്റ്സ് എ പ്രിപ്പോസിഷൻ ബൈ.
ഇനി പാസീവ് വോയിസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബൈ എന്നുള്ളൊരു പ്രിപ്പോസിഷൻ നമുക്ക് പാസീവ് വോയിസിൽ കാണാനായിട്ട് സാധിക്കും. വി ക്യാൻ യൂസ് ദ പാസീവ് ഫോം when we don't know who is doing the action or don't want to mention who is doing the action. ഇനി പാസീവ് വോയിസ് ക്രിയേറ്റ് ചെയ്യുന്ന ചില കേസിൽ നമുക്ക് സബ്ജക്റ്റിനെ പാടെ ഒഴിവാക്കിയിട്ടുള്ള പാസീവ് വോയിസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പാസീവ് വോയിസിൽ നമ്മുടെ ഒബ്ജക്റ്റും അതുപോലെ തന്നെ വേർബും ഒക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം അതോടുകൂടെ ആ ഒരു സെൻറ്റൻസ് മീനിങ് ഫുൾ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ ഏജൻറ്റ് ചേർക്കേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ സംബഡി, അതുപോലെ തന്നെ പീപ്പിൾ തുടങ്ങിയിട്ടുള്ള ഇൻഡെഫിനിറ്റ് അല്ലെങ്കിൽ വേഗമായിട്ടുള്ള പ്രോനൗൺസ് ഒക്കെ വരുന്ന സമയത്ത് ആ ഒരു പ്രോനൗണിനെ ഒഴിവാക്കിയിട്ട് എന്താണ് നമുക്ക് പാസീവ് വോയിസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് പാർട്ടിൽ അതിനെക്കുറിച്ച് ഒന്നുകൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇനി നമുക്ക് പാസീവ് വോയിസിന് എക്സാമ്പിൾസ് നോക്കാം. മങ്കീസ് എഡോർ ബനാനാസ്. ഈ ഒരു സെൻറ്റൻസ് ഇപ്പോൾ ആക്റ്റീവ് സെൻറ്റൻസ് ആണ്. അതിനെ പാസീവ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ സെൻറ്റൻസ് ഇങ്ങനെയായിട്ട് മാറുകയാണ്. ബനാനാസ് ആർ എഡോർഡ് ബൈ മങ്കീസ്. ബനാനാസ് ആർ എഡോർഡ് ബൈ മങ്കീസ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഫസ്റ്റ് ആക്റ്റീവ് സെൻറ്റൻസിൽ മങ്കീസ് എന്നായിരുന്നു സബ്ജക്റ്റ്, എഡോർ എന്നുള്ള വേർബ് ഉണ്ടായിരുന്നു, ബനാനാസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സെൻറ്റൻസിൽ ഒരു ഒബ്ജക്റ്റിനെയാണ് നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ പാസീവ് വോയിസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ബനാനാസ് എന്നുള്ള ആ ഒരു ഒബ്ജക്റ്റിനെ കുറച്ച് എംഫസൈസ് ചെയ്ത് കാണിക്കാനായിട്ട് പാസീവ് വോയിസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ബനാനാസ് ആർ എഡോർഡ് ബൈ മങ്കീസ് എന്നുള്ള ആ ഒരു പാസീവ് വോയിസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ബനാനാസ് എന്നുള്ള ഒബ്ജക്റ്റാണ് നമ്മൾ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബി ഫോം ചേർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആം, ഈസ്, ആർ, വാസ്, വേർ ഇതിലേതെങ്കിലും ഒരു ബി ഫോം നമ്മൾ ചേർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആർ എന്നുള്ളൊരു ബി ഫോം നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം എഡോർഡ് എന്ന് പറയുന്ന വേർബ് അല്ലേ. എഡോർ എന്നായിരുന്നു ആക്റ്റീവ് വോയിസിൽ, അതിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഇത് എഡോർഡ് എന്ന് പറയുന്ന വേർബ്. അപ്പോൾ അത് ചേർത്തു. ദെൻ ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ചേർത്തു. അതിൻ്റെ കൂടെ എന്താണ് നമ്മുടെ സബ്ജക്റ്റ് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ സബ്ജക്റ്റിനെ അവസാനം ചേർത്ത് കൊടുത്തു. അപ്പോൾ എന്താണ് ഇതൊരു പാസീവ് സെൻറ്റൻസ് ആയിട്ട് മാറി. സോ ഹിയർ ഇൻ ദിസ് പാസീവ് വോയിസ് ദ ഒബ്ജക്റ്റ് കെയിം ഫസ്റ്റ് ഇൻ ദ സബ്ജക്റ്റ് പാർട്ട്, then we used a be form and then the past participle or V3 form of the verb and then the preposition by plus the subject. So this is the passive sentence. Okay. ഇനിയിപ്പോൾ നമ്മൾ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്ത ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിന് 5 സ്റ്റെപ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഓരോ സ്റ്റെപ്സും നമുക്ക് എക്സാമ്പിളുടെ സഹായത്തോടു കൂടെ ഇവിടെ നോക്കാം. അപ്പോൾ ഇവിടെ ഒരു മോഡൽ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ദ ഗേൾ ലൈക്സ് ഐസ്ക്രീം എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സെൻറ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ ഒരു പാസീവ് ട്രാൻസ്ഫോർമേഷൻ്റെ 5 സ്റ്റെപ്സ് ഇവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നമുക്കറിയാം. ദ ഒബ്ജക്റ്റ് നൗൺ ഓർ പ്രോനൗൺ ഈസ് മെയ്ഡ് ദ സബ്ജക്റ്റ് ഓഫ് ദ പാസീവ്. പാസീവ് വോയിസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ആ ഒരു സെൻറ്റൻസിലെ ഒബ്ജക്റ്റിനെ എവിടെ കൊണ്ടുവെക്കണം? സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവെക്കണം അല്ലേ. സോ ദ ഒബ്ജക്റ്റ് നൗൺ ഓർ പ്രോനൗൺ ഈസ് മെയ്ഡ് ദ സബ്ജക്റ്റ് ഓഫ് ദ പാസീവ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെൻറ്റൻസിൽ ദ ഗേൾ ലൈക്സ് ഐസ്ക്രീം എന്നുള്ള ആ ഒരു സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐസ്ക്രീം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഐസ്ക്രീം എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നമ്മൾ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഒബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇഫ് ദർ ഈസ് എനി ഓക്സിലറി ഇൻ ദ ഗിവൺ സെൻറ്റൻസ് ക്യാരി ഇറ്റ് ഓവർ ടു ദ പാസീവ്. ഇനി നമുക്ക് തന്നിട്ടുള്ള ആക്റ്റീവ് സെൻറ്റൻസിൽ ഒരു ഓക്സിലറി വേർബ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ആ സെയിം ഓക്സിലറി വേർബ് നമ്മൾ പാസീവ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കണം. ഇനി ഓക്സിലറി വേർബ് ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? ഇഫ് ദർ ഈസ് നോ ഓക്സിലറി യൂസ് വൺ ഓഫ് ദ ഫോംസ് ഓഫ് ദ വേർബ് ടു ബി. അപ്പോൾ ഓക്സിലറി വേർബ് ഉണ്ടെങ്കിൽ ആ സെയിം ഓക്സിലറി വേർബ് യൂസ് ചെയ്യണം. ഓക്സിലറി വേർബ് ഇല്ലാത്ത കേസിൽ എന്താ ചെയ്യുക? ബി ഫോമിൽ ഏതെങ്കിലും ഒരെണ്ണം ചേർക്കുക. ബി ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആം, ഈസ്, ആർ, വാസ്, വർ, ബി, ബീയിങ്, ബീൻ ഇതിലേതെങ്കിലും ഒരെണ്ണം എന്താണ് നമുക്ക് ചേർക്കാം. എപ്പോൾ? ഓക്സിലറി വേർബ് നമുക്ക് തന്നിട്ടുള്ള ആക്റ്റീവ് സെൻറ്റൻസിൽ ഇല്ലെങ്കിൽ നമുക്ക് പാസീവ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിലേതെങ്കിലും ഒരു ബി ഫോം നമുക്ക് ചേർക്കാം. ആ ടെൻസിനനുസരിച്ചിട്ട് അതുപോലെ തന്നെ സബ്ജക്റ്റിൻ്റെ നമ്പർ, അതായത് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം ഇതിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ബി ഫോം നമ്മൾ ചേർക്കേണ്ടതാണ്. അപ്പം നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസ് ദ ഗേൾ ലൈക്സ് ഐസ്ക്രീം എന്നുള്ള സെൻറ്റൻസ് ആയിരുന്നു അല്ലേ. ഇതിൽ നമുക്ക് ഓക്സിലറി വേർബ് കാണാൻ സാധിക്കുന്നുണ്ടോ? ദ ഗേൾ ലൈക്സ്
ഐസ്ക്രീം. ഇവിടെ നമുക്ക് ഓക്സിലറി വേർബ് കാണാനായിട്ട് സാധിക്കുന്നില്ല അല്ലേ. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ഈ സെൻറ്റൻസ് പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ബി ഫോമിൽ ഏതോ ഒരെണ്ണമാണ് ചേർക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഐസ്ക്രീം എന്നുള്ള ആ ഒരു ഒബ്ജക്റ്റ് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഐസ്ക്രീം എന്നുള്ളത് സിംഗുലർ ആണ് അല്ലേ, ഒരൊറ്റ എണ്ണമാണ് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ഏത് ബി ഫോമാണ് ചേർക്കേണ്ടി വരിക? ഈസ് എന്നുള്ളതായിരിക്കും അല്ലേ. കാരണം ഈ ഒരു സെൻറ്റൻസ് പ്രസൻറ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഈസ് എന്നുള്ള ആ ഒരു ബി ഫോമാണ് ഇവിടെ ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബി ഫോം ചേർക്കുന്ന കേസിൽ ടെൻസ് ഓഫ് ദ വേർബ് അതുപോലെ തന്നെ നമ്പർ ഓഫ് ദ സബ്ജക്റ്റ് ഇത് രണ്ടും ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ബി ഫോം സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ടെൻസ് മാറിപ്പോവും, അതുപോലെ തന്നെ നമ്പർ മാറിപ്പോവും. സിംഗുലർ നൗണിന് നമ്മൾ ഏത് ചേർക്കും? പ്ലൂറൽ ആയിട്ടുള്ള ബി ഫോം ചേർക്കും. പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റിന് സിംഗുലർ ആയിട്ടുള്ള ബി ഫോം ഒക്കെ ചേർക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ടെൻസും നമ്പറും ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രം ബി ഫോം സെലക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു സെൻറ്റൻസ് ദ ഗേൾ ലൈക്സ് ഐസ്ക്രീം എന്നുള്ള ഈ ഒരു സെൻറ്റൻസ് പ്രസൻറ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആയതുകൊണ്ടും നമ്മളുടെ ഐസ്ക്രീം എന്നുള്ള ആ ഒരു സബ്ജക്റ്റ് പാർട്ടിൽ നിൽക്കുന്ന ആ ഒരു നൗൺ ഇപ്പോൾ ഏതാണ്? സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഈസ് എന്നുള്ള ആ ഒരു ബി ഫോം സെലക്ട് ചെയ്തു അല്ലേ. അങ്ങനെ ഐസ്ക്രീം ഈസ് നമ്മുടെ 2-3 സ്റ്റെപ്സ് കംപ്ലീറ്റ് ആയി. ഇനി 4ാമത്തെ സ്റ്റെപ്പ് എന്താ നോക്കിയേ. റീറൈറ്റ് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ മെയിൻ വേർബ്. നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിലെ മെയിൻ വേർബ് ഏതാണെന്ന് നോക്കുക. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ 3ാമത്തെ ഫോം V3 ആണ് നമ്മൾ പാസീവ് ഫോമിൽ യൂസ് ചെയ്യേണ്ടത്. ദ ഗേൾ ലൈക്സ് ഐസ്ക്രീം എന്നായിരുന്നു നമ്മുടെ സെൻറ്റൻസ് അല്ലേ. അപ്പോൾ ലൈക്സ് എന്നുള്ള ആ ഒരു വേർബിൻ്റെ 3ാമത്തെ ഫോം ലൈക്ക്, ലൈക്ഡ്, ലൈക്ഡ്. 3ാമത്തെ ഫോം ലൈക്ഡ് ആണ് വരുന്നത്. സോ ഇവിടെ നമ്മൾ ലൈക്ഡ് എന്ന് കൊടുക്കുന്നു. ലൈക്ക് എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ലൈക്ഡ് എന്നുള്ളത്, അത് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം 5ാമത്തെ സ്റ്റെപ്പ് എന്താ നോക്കിയേ. യൂസ് ദ ഐറ്റം ബൈ ആൻഡ് റീറൈറ്റ് ദ സബ്ജക്റ്റ് ഓഫ് ദ ആക്റ്റീവ് സെൻറ്റൻസ്. ഇനി ബൈ എന്ന് പറയുന്ന ആ ഒരു പ്രിപ്പോസിഷൻ നമ്മൾ എന്താണ് ചേർക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ നമ്മൾ ചേർക്കണം. ആൻഡ് റീറൈറ്റ് ദ സബ്ജക്റ്റ് ഓഫ് ദ ആക്റ്റീവ് സെൻറ്റൻസ്. നമ്മൾ ആക്റ്റീവ് സെൻറ്റൻസിലെ സബ്ജക്റ്റിനെ മാറ്റി നിർത്തിയേക്കായിരുന്നു അല്ലേ. ആ സ്ഥാനത്താണ് നമ്മൾ ഒബ്ജക്റ്റിനെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ മാറ്റി വെച്ച ആ ഒരു സബ്ജക്റ്റിനെയും കൂടെ ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ്റെ കൂടെ ചേർക്കുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ബൈ ഏജൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഒരു പാസീവ് വോയിസിലെ അവസാനത്തെ എലമെൻ്റ് ആണ് എന്ത്? ബൈ ഏജൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് ഏതായിരുന്നു? ദ ഗേൾ എന്നുള്ളതായിരുന്നു അല്ലേ. അപ്പോൾ ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ്റെ കൂടെ ദ ഗേൾ എന്നൂടെ ചേർക്കുമ്പോൾ ഇവിടെ ബൈ ഏജൻറ്റ് എന്ന് പറയുന്നത് ബൈ ദ ഗേൾ എന്നുള്ളതാണ്. അതോടെ നമ്മളിവിടെ ചേർക്കുകയാണ്. അതോടുകൂടെ 5ാമത്തെ സ്റ്റെപ്പ് എന്താണ്? കംപ്ലീറ്റ് ആവുകയാണ്. നമ്മുടെ ആക്റ്റീവ് സെൻറ്റൻസ് ആയിരുന്ന ദ ഗേൾ ലൈക്സ് ഐസ്ക്രീം എന്നുള്ള ആക്റ്റീവ് സെൻറ്റൻസിനെ നമ്മളിപ്പോൾ പാസീവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ യൂഷ്വലി നമ്മൾ 5 സ്റ്റെപ്സ് ആണ് ഈ ഒരു പാസീവ് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്, ഫോളോ ചെയ്യാറുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂസ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ active sentence in the subject part, and then we have to check whether there is any auxiliary verb in the given sentence. If there is no auxiliary verb, we have to use a be form according to the tense and number of the given sentence, and then use the past participle form or the V3 form of the main verb, and then use a by agent. By agent means the preposition by plus the subject of the active sentence, that is called as by agent. അപ്പോൾ ഇനി ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്ന് കേൾക്കുമ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തോട്ട് നിങ്ങളുടെ മനസ്സിൽ വരികയേ വേണ്ട. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പാസീവ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത്. ഈ ഒരു 5 സ്റ്റെപ്സ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക, അത് മറക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ പാസീവ് വേർബ് ഫോംസ്, അതായത് ഓരോ ടെൻസിലുള്ള വേർബിനെയും എങ്ങനെയാണ് നമ്മൾ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ട്രാൻസിറ്റീവ് വേർബ് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ഒരു സെൻറ്റൻസിനെ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റ് ഉള്ള ട്രാൻസിറ്റീവ് വേർബുള്ള സെൻറ്റൻസിനെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ് വരുന്ന കേസിൽ എങ്ങനെയാണ് പാസീവ് ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത് എന്നതും, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ പറയും. സോ എല്ലാവരും ഈ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം ഒരു ബേസ് ഉണ്ടാക്കിയതിന് ശേഷം 2ാമത്തെ പാർട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ടിൽ ദെൻ ബൈ.